ഇന്ന് പതിവ് പോലെ തന്നെ ക്ലാസ്സുള്ള ദിവസമായിരുന്നു കേട്ടോ. ഇന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂട്ടർ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് ഇറങ്ങണം വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ശില്പേച്ചി വിളിച്ചേട്ടാ, അഥവാ ഉച്ചയ്ക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ നേരെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ശില്പേച്ചിയുടെ അടുത്തേക്ക് പോയി. ശില്പേച്ചിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്പെഷ്യലായിട്ട് ഗീ റൈസും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശില്പേച്ചിയുടെ ചേച്ചി എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തു വെച്ചതായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ആളുടെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ തൃശ്ശൂരുണ്ട്, നിങ്ങളെ ഫുഡ് കഴിച്ച് കഴിഞ്ഞെങ്കിൽ വായോ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് കഴിച്ച് നേരെ പോയത് ഫിജിയിലേക്കായിരുന്നു കേട്ടോ. എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അർജൻറ്റായിട്ട് വർക്കുകളൊന്നും വന്ന് നിൽക്കാത്തതുകൊണ്ട് തന്നെ ഒന്നും തന്നെ മേടിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി എന്നെ അങ്ങോട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. ഞാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രാഫ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഓർഡറുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ബൾക്കായിട്ട് ഐറ്റംസ് മേടിച്ച് വെക്കാൻ മാത്രം പൈസ എൻ്റെ കയ്യിലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വല്ല ഓർഡറുകളൊക്കെ കിട്ടുമ്പോൾ അപ്പം പോയി മേടിക്കില്ല പതിവ്. അതുകൊണ്ട് തന്നെ എനിക്ക് ലാഭമായിട്ട് എൻ്റെ കയ്യിൽ ഒരു പൈസയും നിൽക്കാറില്ല. പോയി വരണ കാശ് ഒഴിച്ചു കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തന്നെ ഉണ്ടാവാറില്ല കേട്ടാ. എൻ്റെ മുഖത്ത് വരുന്ന ഈ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മേടിച്ച സാധനങ്ങളുടെ ബില്ല് പേ ചെയ്യണത് കണ്ടിട്ടാ. അത്യാവശ്യം പൈസക്ക് ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി. എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഒന്നും പറയാനോ ഒന്നിനും കിട്ടുന്നുണ്ടായിരുന്നില്ല. സന്തോഷത്തിലും കൂടുതൽ എന്താ പറയുക, സങ്കടം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ. കാര്യം എന്നെ അങ്ങനെ ആരും ഇത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്ന പോലെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടാ. ഞാനാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഷ ചേച്ചീനെ ആദ്യമായിട്ടാണ് കാണണേട്ടാ. അങ്ങനെ പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു, പിന്നെ പതുക്കെ വീട്ടിലേക്ക് പോന്നു കേട്ടാ.